ഇനി നമുക്ക് മനുഷ്യൻ ഡെവലപ്പായി വന്ന ബ്രാഞ്ചിങ്ങിൽ അതിൻ്റെ ഇടയിലുണ്ടായിരുന്ന ചില സ്പീഷീസുകളെ കുറിച്ച് പഠിക്കാം. ഈ പിക്ചർ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ്, അതിൻ്റെ ഡിഫറൻസ്, അതെങ്ങനെയാണ് സാവധാനം ഡിഫറൻസ് ആയി വന്നതെന്നുള്ളത്. ആദ്യം നമുക്ക് ഓസ്ട്രേലിയപിത്തക്കസ് എന്നുള്ള ജീനസിനെ കുറിച്ച് പഠിക്കാം. ഓസ്ട്രേലിയപിത്തക്കസ് അഫാറൻസിസ് 3.9 to 2 മില്യൺ ഇയേഴ്സ് മുമ്പ് ആഫ്രിക്കയിൽ ജീവിച്ചിരുന്നവരാണിവർ. നിവർന്ന് നടക്കാൻ ശേഷിയുണ്ടായിരുന്ന ഇവർക്ക് ചെറിയ മസ്തിഷ്കവും കുരങ്ങളുടെയും സമാനമായ മുഖവുമായിരുന്നുണ്ടായിരുന്നു. ഏകദേശം നിങ്ങൾക്ക് ആ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും. മനുഷ്യൻ്റെ ഏറ്റവും പഴയ ആൻസിസ്റ്റർ ഒന്നായിട്ടാണ് ഇവരെ കണക്കാക്കുന്നത്. അടുത്തത് ഓസ്ട്രേലിയപിത്തക്കസ് അഫ്രിക്കാനസ്. ഏകദേശം 3 to 2 മില്യൺ ഇയേഴ്സ് മുമ്പ് ആഫ്രിക്കയിൽ ജീവിച്ചിരുന്നവരാണ്. മുൻ വർഗ്ഗങ്ങളെക്കാൾ അല്പം കൂടി വലിയൊരു തലയും മനുഷ്യൻ്റെ സമാനമായ സവിശേഷതകൾ ഇവർക്കുണ്ടായിരുന്നു. ഹോമോ വർഗ്ഗത്തിൻ്റെ നമ്മൾ അടങ്ങുന്ന വർഗ്ഗത്തിൻ്റെ എവല്യൂഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ഇവരാണെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. പാരാന്ത്രോപ്പസ് ജീനസിനെ കുറിച്ചാണ് പിന്നെ കടന്നിരിക്കുന്നത്. അവൻ്റെ അത് 2 എണ്ണമാണ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ പാരാന്ത്രോപ്പസ് ജീനസ് മനുഷ്യൻ, അത് ഹോമോസാപ്പിയൻ്റെ ആ ഒരു ബ്രാഞ്ചിങ്ങിൽ വരുന്നതല്ല, വേറെ സെപ്പറേറ്റ് ബ്രാഞ്ചായി പോയതാണ്. പക്ഷേ അവർ നമ്മളെപ്പോലെ തന്നെ ഡെവലപ്പായി വന്ന ഒരു സ്പീഷീസ് ആയതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം. പാരാന്ത്രോപ്പസ് എത്യോപ്യക്കസ് ആണ് ആദ്യം വരുന്നത്. ശക്തമായ താടിയലുകളും വലിയ പല്ലുകളും കരുത്തൊറ്റ ശരീരപ്രകൃതിയുള്ള ഒരു ഹൊമിനായിരുന്നു ഇവർ. ഏകദേശം 2.7 to 3.3 മില്യൺ ഇയേഴ്സ് മുമ്പാണ് ഇവർ ജീവിച്ചിരുന്നത്. അതുപോലെ തന്നെ പാരാന്ത്രോപ്പസ് ബോസൈ കഠിനമായ സസ്യഭക്ഷണങ്ങൾ കഴിക്കാൻ പ്രാവീണ്യം നേടിയവരായിരുന്നു ഇവർ. ഇനി ഹോമോ ജീനസിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ളതാണ് ഹോമോ ഹാബിലസ്. ഹോമോ വർഗ്ഗത്തിലെ ഏറ്റവും ആദ്യകാല അംഗങ്ങളൊന്നാണ് ഇവർ. 2.4 to 1.4 മില്യൺ ഇയേഴ്സ് മുമ്പാണ് ഇവർ ഡെവലപ്പ് ആവുന്നത്. ഹോമോ റോഡോൾഫെൻസിസ് ഏകദേശം 2.4 to 1 മില്യൺ ഇയേഴ്സ് മുമ്പാണ് ഇവർ ജീവിച്ചിരുന്നത്. ഇവരുടെ ക്ലാസിഫിക്കേഷൻ ഇപ്പോഴും പല തർക്കങ്ങൾക്കും ഇടയാകുന്ന കാര്യമാണ്. എങ്കിലും ഇവരുടെ ഫോസിൽസ് ലഭിച്ചതനുസരിച്ചാണ് ഇവരുടെ ഈ ഫീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഹോമോ എർഗാസ്റ്റർ ആധുനിക മനുഷ്യന് സമാനമായ ശരീരഘടനയുള്ള ഒരു ആദ്യകാല ആഫ്രിക്കൻ വർഗ്ഗമാണിവർ. 1.9 to 1.4 മില്യൺ ഇയേഴ്സ് മുമ്പാണ് ഇവർ ജീവിച്ചിരുന്നത്. ഇവർ തീ ഉപയോഗിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഹോമോ ഇറക്ടസിൻ്റെ ആൻസസ്റ്റർ ആയിട്ടാണ് ഇവരെ കണക്കാക്കുന്നത്. അടുത്താണ് ഹോമോ ഇറക്ടസ്. വളരെ മനുഷ്യനുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ആയിട്ടുള്ള സ്പീഷീസാണ്. ഏകദേശം 1.9 മില്യൺ ഇയേഴ്സ് മുതൽ 1 ലാക്ക് വർഷം മുമ്പ് വരെ ജീവിച്ചിരുന്ന ഇവർ വളരെ വിജയകരമായ ഒരു വർഗ്ഗമാണ് ഇവർ. ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് ഓടിയത്, അതായത് ആഫ്രിക്കയിലാണ് ഈ പറഞ്ഞ വർഗ്ഗങ്ങളെല്ലാം ഡെവലപ്പ് ആയി വരുന്നത്. അവിടുന്ന് പുറത്തേക്ക് ഓടിയ യൂറോപ്പ്, ഏഷ്യ റീജിയനിലേക്ക് പോയ ആദ്യകാല വർഗ്ഗമാണ് ഇവർ. ഇവർ കൂടുതൽ വികസിതമായ ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഹോമോ റോഡേസിയൻസിസ് ഹോമോ ഇറക്ടസിനും ആധുനിക മനുഷ്യനും ഇടയിൽ സവിശേഷത പ്രകടിപ്പിക്കുന്ന ഒരു ആഫ്രിക്കൻ വർഗ്ഗമാണ് ഇവർ. ഏകദേശം 3 ലക്ഷം വർഷം തൊട്ട് 1.25 ലക്ഷം വർഷം മുമ്പ് വരെയുള്ള ആ ഒരു സമയത്താണ് ഇവരുണ്ടായിരുന്നത്. ഇവർ ഹോമോസാപ്പിയൻസിന് നേരിട്ടുള്ള ആൻസിസ്റ്റർ ആയിരിക്കാമെന്നാണ് കണക്കാക്കുന്നത്. ഹോമോ നിയാണ്ടർതാൽസിസ് ഒരിക്കലും ഈ ഹോമോസാപ്പിയൻ്റെ നേരിട്ടുള്ള ആൻസിസ്റ്റർ അല്ല. ഇവർ ഒരുമിച്ച് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഒരേപോലെ 2 ബ്രാഞ്ചിങ് ആയി വന്നിരുന്ന ഒരേ സമയത്തുണ്ടായിരുന്നവരാണ് ഹോമോസാപ്പിയൻസും നിയാണ്ടർതാൽസും. ഹോമോ നിയാണ്ടർതാൽസ് യൂറോപ്പിലും പിന്നെ കുറച്ച് ഏഷ്യയിലുമായിട്ടാണ് കാണപ്പെടുന്നത്. 4 ലക്ഷം വർഷം തൊട്ട് 40,000 വർഷം മുമ്പ് വരെയും ഇവർ ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവർ ശാരീരികമായി കരുത്തരും ബുദ്ധിമാന്മാരുമായിരുന്നു. ആയുധങ്ങൾ ഉപയോഗിക്കുകയും മരിച്ചവരെ അടക്കം ചെയ്യുകയും ചെയ്തിരുന്ന ഇവർ ഹോമോസാപ്പിയൻസുമായിട്ട് ഇൻ്റർബ്രീഡ് ചെയ്തിരുന്നു. ഇനി ഹോമോസാപ്പിയൻസ്, നമ്മൾ വരുന്ന സ്പീഷീസ് ആയിട്ടുള്ള ഹോമോസാപ്പിയൻസ് ഏകദേശം 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലാണ് ഉത്ഭവിച്ചത്.